ഹലോ ഗൈസ്, വെൽക്കം ടു കേഡൻസ്. ഞങ്ങളുടെ കുഞ്ഞു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ഇല്ലല്ലേ. ഓരോ വ്യക്തികളോട് ചോദിച്ചാലും അവർക്ക് കാണും നമ്മുടെയൊക്കെ കുഞ്ഞു നാളുകളിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ. എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഓരോ സ്ത്രീകളുടെ മനസ്സിലും കാണും അല്ലേ, ഒരുപാട് ആഗ്രഹിച്ച് നടക്കാതെ പോയ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ. എന്നാൽ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും പ്രായമായില്ലേ, അല്ലെങ്കിൽ കല്യാണമായി, കുഞ്ഞുങ്ങളായി, പ്രാരാബ്ദങ്ങളായി, ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ മെനക്കെടാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കാറുണ്ടോ? ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഒരുപാട് ന്യായങ്ങൾ പറയും അല്ലേ. എന്നാൽ നമ്മൾ നമുക്ക് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയമൊക്കെ ചെലവഴിക്കണം അല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതിൻ്റെ ഒരു സ്വപ്നം എൻ്റെ മാരേജിനൊക്കെ ശേഷം ഞാൻ നേടിയെടുത്തൊരു കാര്യമാണ് കേട്ടോ നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ ഈ ഒരു വാക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകുന്നു അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആകുന്നുവെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ നേടിയെടുത്ത എൻ്റെ ഒരു സ്വപ്നത്തെ അല്ലെങ്കിൽ ഞാൻ സാക്ഷാത്കരിച്ച എൻ്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച്, എൻ്റെ ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞു നല്ലൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഡാൻസ് പഠിക്കുക, ചിലങ്ക അണിയുക, എല്ലാവർക്കും മുമ്പിൽ ഒന്ന് പെർഫോം ചെയ്യുക എന്നൊക്കെ ഉള്ളത്. കുഞ്ഞുനാളിലെ ആ ഒരു ആഗ്രഹം നമ്മുടെ പേരൻസിനോട് പറയും. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഡാൻസ് കളിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ചേച്ചിക്കും ചേച്ചിയുടെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. ചേച്ചിയും ഞാനും ഒന്ന് ചേർന്നുണ്ടോ ഡാൻസിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ടീച്ചർ, ജയ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു, ജയ ടീച്ചറായിരുന്നു നമ്മളെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിരുന്നത് കലാക്ഷേത്ര എന്ന് പറഞ്ഞ ഡാൻസ് അക്കാദമിയിലെ. അപ്പോൾ ടീച്ചറിൻ്റെ ആ ഒരു ശിക്ഷണത്തിൽ ഞങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ പഠിച്ചു വരുമായിരുന്നു. ടീച്ചർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും സാറ്റർഡേ സൺഡേസിൽ പോയി പഠിക്കും. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു ടൈമായിരുന്നു. നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ അവിടെ അണ്ണാറക്കണ്ണനെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെ നമ്മൾ പോയി കളിപ്പിക്കും. അതേപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടിന്റെ മരമുണ്ട്, അതിൽ നിന്ന് ഫാഷൻ ഫ്രൂട്ടൊക്കെ പറിച്ച് കഴിക്കും. എൻ്റെ ചേട്ടനും എൻ്റെ കസിനും കസിൻ ചേട്ടനുണ്ട്, ചേട്ടനും ഞങ്ങളെ വിളിക്കാനായിട്ട് വരും. അവർ അവിടെ തന്നെയാണ് ട്യൂഷൻ പഠിക്കുന്നത്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇന്നും ഞാൻ ആ ഒരു വഴിയൊക്കെ പോകുമ്പോൾ ശരിക്കും ആ ഒരു വീട് ഇപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയി, അവർ ആ വീടൊക്കെ പൊളിച്ചു കളഞ്ഞു. എന്നാൽ പോലും എൻ്റെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ ആ ഒരു വീട്, ആ ഒരു സ്ഥലം കാണുമ്പോൾ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ടീച്ചർ അവിടുന്ന് വേറെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്വപ്നത്തിന് ഒരു തിരശ്ശീല വീഴുക എന്നൊക്കെ പറയില്ലേ, ശരിക്കും അങ്ങനെയാട്ടോ ഉണ്ടായത്. ഇന്നത്തെ പോലെ നമ്മുടെ പേരൻസിന് ഒരുപക്ഷെ ഒരു ഡാൻസ് ക്ലാസ് ഇല്ല, അത് നിർത്തിയെങ്കിൽ ഒരുപക്ഷെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ട് ചേർക്കാനോ, അല്ലെങ്കിൽ ഡാൻസ് ഒന്നും ഇല്ല അന്നത്തെ കാലത്ത്, അധികം ഡാൻസ് സ്കൂളുകളോ അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്നവരോ ഒന്നുമില്ല. സോ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ആ ഒരു ഡാൻസ് ടീച്ചർ അവിടുന്ന് മാറിപ്പോയതോടുകൂടി ഞങ്ങളുടെ ഡാൻസിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളവിടെ നിർത്തി. അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം, കുറെ നാളുകൾ എന്ന് പറയുമ്പോൾ കുറെ അധികം നാളുകൾ, ഒരു 10-18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിൽ ഒരു നിമിത്തം പോലെ നമ്മുടെ മഞ്ജു വാര്യറിന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എല്ലാ വർഷവും കളഭത്തിൽ അങ്ങനെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടക്കുമെങ്കിലും അന്നത്തെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആ ഒരു പെർഫോമൻസ് കാണാൻ പോവുകയും ആ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും എൻ്റെ കസിൻ, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ചേച്ചിക്കും ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ശരിക്കും സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മളും ഇതുപോലെ ഒന്ന് പെർഫോം ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ആ ഒരു പെർഫോമൻസ് കണ്ടു തീർത്തു. തിരിച്ച് നെക്സ്റ്റ് ഡേ തന്നെ, അടുത്ത ഒരു ദിവസം നമുക്ക് നമ്മുടെ ജയ ടീച്ചറിന്റെ തന്നെ സ്റ്റുഡൻസിന്റെ ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നു സ്കൂളിൽ, അമ്പലത്തില്. അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങൾ അവിടെ ചെന്നു, ആ ഒരു അരങ്ങേറ്റം കണ്ടു. അപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ ആ ഒരു കുട്ടിക്കാലവും അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെക്കുറിച്ച്, ഞങ്ങളുടെ ആ ഒരു സ്വപ്നത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ മാരേജ് എല്ലാം ഫിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഞാനും ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചു, നമുക്കൊന്ന് ഡാൻസ് പഠിച്ചാൽ എന്താ. അപ്പൊ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്, എല്ലാവരെയും പോലെ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നതും, ഇത്രയും പ്രായമായില്ലേ, ഇനി എങ്ങനെ ഡാൻസ് ഒക്കെ പഠിക്കുന്നത്, ആളുകൾ എന്ത് വിചാരിക്കും, നമ്മൾ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്താൽ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് കേട്ടോ മനസ്സിലൂടെ പോയത്. എന്നാൽ പോലും ആ ഡാൻസ് എന്നുള്ള ഒരു ചിലങ്ക അണിയണം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടീച്ചറോട് സംസാരിച്ചു. അപ്പൊ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഒരിക്കലും ഏജ് ഒരു പരിമിതിയല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡാൻസ് എപ്പോൾ വേണേൽ പഠിക്കാം. പക്ഷെ നമുക്കിപ്പോൾ ഡാൻസ് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഡാൻസ് സ്കൂൾ വേണം, അല്ലെങ്കിൽ ഡാൻസ് സ്കൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം നമ്മൾ നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ കുറെ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരുടെ അമ്മമാരെയൊക്കെ പോയി കണ്ട് അങ്ങനെ നമ്മുടെ വീടിനടുത്ത് തന്നെ നമ്മൾ വീണ്ടും ഒരു ക്ലാസ്, ഡാൻസിന്റെ ക്ലാസ് തുടങ്ങി. ടീച്ചർ തന്നെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 1.5 വർഷത്തോളം ഞങ്ങൾ
പഠിച്ചതിന് ശേഷം എൻ്റെ മാരേജ് ഒക്കെ ഫിക്സ് ആയി. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് പെർഫോമൻസ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വേദിയിൽ കയറി അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ എവിടെയെങ്കിലും ഒന്ന് ചിലങ്കയാണ് ഒന്ന് ഡാൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ അതിന് സപ്പോർട്ട് ചെയ്യണം എന്നായിരുന്നു ഞാൻ ആകെ വെച്ചിരുന്ന ഒരു ഡിമാൻഡ്. ആൾ അതിനെന്നെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരേക്ക് പോന്നു. അതിനുശേഷം ജനുവരിയിൽ വീണ്ടും അമ്പലത്തിലെ കളഭം തുടങ്ങി. ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് തന്നെ ഞങ്ങളുടെ അരങ്ങേറ്റം വളരെ സക്സസ് ആയിട്ട് തന്നെ ചെയ്തു. ഞങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിൽ ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം എനിക്ക് നിറവേറ്റാൻ സാധിച്ചത്. അതിന് നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്ന് പറയില്ലേ, എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു ആ ഒരു പെർഫോമൻസിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഡാൻസ് ഞാൻ പഠിക്കുന്നതിനും അല്ലെങ്കിൽ അരങ്ങേറ്റത്തിനും ഒക്കെ വേണ്ടി. അപ്പം അതെൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു പരിധിയില്ലല്ലേ. അല്ലേ, പ്രായം അല്ലെങ്കിൽ കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളായി, ഇതൊന്നും ശരിക്കും നമ്മളെ ഒരിക്കലും ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ തേടി പോകണം അല്ലേ. പണ്ട് എൻ്റെ ഡെലിവറിക്കൊക്കെ ശേഷം എനിക്ക് വെയിറ്റ് ലോസ് എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയും പിന്നെ എൻ്റെ ഡാൻസിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടും ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ സുംബയ്ക്കൊക്കെ പോയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ സുംബയ്ക്ക് വന്നിരുന്ന ആൻറ്റിമാരെന്ന് പറയുന്നത് ഒരു 40 എബോവ് ഏജുള്ള ആൻറ്റിമാരായിരുന്നു. അവരോട് ചോദിക്കുമ്പം ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ട് എനിക്ക്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് ഡാൻസ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അത് ആ ഒരു പ്രായത്തിൽ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവർ ആ ഒരു ഡാൻസ് ചെയ്ത് അവർക്ക് ആ ഒരു സന്തോഷം അവർ കണ്ടെത്തുകയാണല്ലേ അതിൽ. അവർ ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ എത്ര നന്നായിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ അത്രയും എഫേർട്ട് ഇട്ടാണ് അവർ ആ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അവർക്ക് കാണാം, പക്ഷെ അവർ അതൊന്നും മൈൻഡ് ചെയ്യാതാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പ്രായം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലങ്ങുതടിയല്ല. പൗലോ കൊയ്ലോയുടെ ഒരു വാക്കുകളില്ലേ, നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ ഈ പ്രകൃതി മൊത്തം നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. താങ്ക് യു.